ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവ നേർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് നൽകിയ വിലപ്പെട്ട സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മൾ തുടർച്ചയായി കഴിഞ്ഞ 2-3 പ്രാവശ്യമായിട്ട് സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുന്ന അവിശ്വാസമുള്ള ദുഷ്ടതയും ആർക്കും ഉണ്ടാകരുത്, അതിന് സൂക്ഷിച്ചോണം എന്നുള്ളത് ചിന്തിച്ചു. മാത്രമല്ല, ദ്രവ്യാഗ്രഹത്തെക്കുറിച്ച് നാം ചിന്തിച്ചു, പുളിപ്പിനെ കുറിച്ച് നാം ചിന്തിച്ചു. ഇനി അതിനോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു പ്രധാന കാര്യം കൂടെ നമുക്ക് ചിന്തിക്കുവാനുണ്ട്. ആ ബന്ധത്തിൽ ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. നായ്ക്കളെ സൂക്ഷിപ്പിൻ, അകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. നായ്ക്കളെ സൂക്ഷിപ്പിൻ, അകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. അത് KJV വായിക്കുമ്പോൾ 3-നും ബിവെയർ 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 എന്ന് തന്നെ കാണും. അല്ലെങ്കിൽ ബിവെയർ ഓഫ് ഡോഗ്സ്, ബിവെയർ ഓഫ് ഈവിൽ വർക്കേഴ്സ്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഏവരും സൂക്ഷിക്കേണ്ട ഒരു കൂട്ടരെക്കുറിച്ച് പറയുന്നു. 3 കൂട്ടരെ: നായ്ക്കളെ, ആകാത്ത വേലക്കാരെ, വിച്ഛേദനക്കാരെ. ഇത് 3ഉം വാസ്തവത്തിൽ ഒരേ വിഭാഗത്തിന് ഉൾപ്പെടുത്താം. 3-3ആയിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ നായ്ക്കൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദ മതത്തിൻ്റെ ആചാരങ്ങളും രക്ഷിക്കപ്പെടുവാൻ ആവശ്യമാണ്, അല്ലെങ്കിൽ പരിച്ഛേദന ഏൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രബല വിഭാഗം അന്നത്തെ വിശ്വാസികൾ ഉണ്ടായിരുന്നു. അവരെ ഉദ്ദേശിച്ചാണ് എന്ന്, അല്ലെങ്കിൽ യഹൂദ മതാനുസരികളായി വിശ്വാസികളും മാറണം എന്ന് പഠിപ്പിക്കുന്ന ഒരു കൂട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യത്തെ സുന്നോസിനെ കൂടാൻ കാരണം അതാണല്ലോ. ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർ ന്യായപ്രമാണം കൂടി ആചരിക്കാതെ അവർക്ക് രക്ഷയില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നല്ലോ. പൗലോസിന് എല്ലാ കാലത്തും അവരോട് കർശനമായ വിയോജിപ്പും തർക്കവും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ സൂക്ഷിപ്പിൻ. എന്നാൽ അത് മാത്രമല്ല നായ്ക്കളെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം. വേദപുസ്തകത്തിൽ ഉടനീളം നായ്ക്കൾ എന്ന പ്രയോഗം നമുക്ക് കാണാം. അപ്പോൾ എന്താണ് നായ്ക്കളെ സൂക്ഷിപ്പിൻ എന്ന് പറയുമ്പോൾ? പഴയ നിയമത്തിൽ ഹീനകാര്യമായിട്ടും, അല്ലെങ്കിൽ നായ്ക്കളെക്കുറിച്ച് പറയുമ്പോൾ ഹീനകാര്യമായിട്ടും താഴ്വായ കാര്യങ്ങളായിട്ടും ചിന്തിക്കാറുണ്ട്. ഇങ്ങോട്ടിപ്പോൾ കടക്കുന്നില്ല. നായ്ക്കളുടെ സ്വഭാവം എന്താണ്? നായ്ക്കളുടെ പ്രത്യേകത എന്താണ്? ഇവിടെ നായ്ക്കളെന്ന് ഉദ്ദേശിക്കുന്നത് അക്ഷീയമായ നായ്ക്കളെ അല്ല, അല്ലെങ്കിൽ മനുഷ്യരോട് ഏറ്റവും ഇണങ്ങുന്ന ജീവിയായ നായോടല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നായ്ക്കളെ സൂക്ഷിപ്പിൻ എന്ന് പറഞ്ഞപ്പോൾ യഹൂദ മതം കൂടെ, യഹൂദ പാരമ്പര്യത്തിലെ ചില വശങ്ങളോടെ അനുസരിക്കണം, ആചരിക്കണം. മറ്റു വാക്കിൽ പറഞ്ഞാൽ വിശ്വാസികളെല്ലാം പരിച്ഛേദന ഏൽക്കണം എന്ന് പറയുന്ന, പഠിപ്പിക്കുന്ന വിഭാഗത്തെ ഉദ്ദേശിച്ചാണ്. അത് മാത്രമല്ല, അത് ഞാൻ പറഞ്ഞേ, പല സ്ഥലത്തും നായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാണാം. വെളിപ്പാട് പുസ്തകത്തിലുണ്ട്, അതിലേക്ക് വരാം. എന്താണ് ഇവിടെ നായ എന്ന് ഉദ്ദേശിക്കുന്നത്? നായയുടെ ഒരു സ്വഭാവം, നായയുടെ പല സ്വഭാവങ്ങളുണ്ട്. അതിൽ ഒന്ന്, മല്ലവസ്തുക്കളൊക്കെ തിന്നും. അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഇസബേലിൻ്റെ ശരീരവും നായ തിന്ന് കടിച്ചു കീറുന്ന സ്വഭാവം. മല്ലവസ്തുക്കൾ ഭക്ഷിക്കുന്ന ജന്തു. മാലിന്യവും തള്ളുന്നതും അവർക്ക് പ്രധാനമാണ്. കടിച്ചു കീറും. അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം താല്പര്യം മാത്രം നോക്കുന്ന, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഏതിനെയും കടിച്ചു കീറുന്ന മനുഷ്യർ. മാത്രമല്ല, ആ ബന്ധത്തിൽ മുന്നോട്ട് നീങ്ങട്ടെ. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഒരു പ്രധാന പ്രയോഗം കാണാം.
സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെന്നും ഉള്ള പഴഞ്ചൊല്ല് പോലെ അവർക്ക് ഭവിച്ചു. കർത്താവിൻ്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ പിന്നത്തെ സ്ഥിതി ആദ്യത്തേനേക്കാൾ വഷളായി തീർന്നു എന്ന് പറഞ്ഞിട്ട് കുളിച്ചിട്ട് ചിലയിൽ ഉള്ളാൻ പോയ പന്നിയെ പോലെയും സ്വന്തം ഛർദിക്ക് തിരിഞ്ഞ നായെ പോലെയും, നായയുടെ പ്രത്യേകതയാണ് അത് ഛർദിച്ച് കളയും. എന്നാൽ വേറൊരു കാര്യം കൂടി ചെയ്യും, ആ ഛർദി തിരിഞ്ഞ് വീണ്ടും എടുക്കും, വീണ്ടും ഭക്ഷിക്കും. ഒരു ജീവിയും ചെയ്യാത്ത കാര്യം അത് ചെയ്യും. അപ്പോൾ അത് ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. ഒരു കാലത്ത് വേണ്ട എന്ന് പറഞ്ഞത് വല്ലതും പിൽക്കാലത്ത് സൗകര്യപൂർവ്വം തിരിച്ചെടുക്കുന്ന മാല്യമെന്ന് എണ്ണി ഉപേക്ഷിച്ചതെല്ലാം തിരിച്ചെടുക്കുന്ന സ്വഭാവമുള്ളവരാരോ അവർ കളഞ്ഞതെല്ലാം തിരിച്ചെടുക്കും. ഒരു കാലത്ത് വലിയ ഇളക്കവും ബഹളവും വിപ്രതയും ഒക്കെ ഉണ്ടാകുമ്പോൾ എനിക്കിതൊന്നും വേണ്ട എന്നും പറഞ്ഞ് എല്ലാം മല്ലമാണ്, എനിക്ക് യേശു മാത്രം മതി എന്ന് പറയുന്നവരുണ്ടല്ലോ. എന്നാൽ കാലാന്തരത്തിൽ മല്ലമെന്ന് എണ്ണിയ പലതിനെയും സൗകര്യപൂർവ്വം തിരിച്ചെടുത്ത് ലോകത്തോട് താതാത്മ്യപ്പെട്ട് ലോകത്തിന് അനുരൂപരായി തനി ലൗകികന്മാരെക്കാൾ അവരുടെ ക്രിസ്തീയ ജീവിതം വല്ലാതായി തീരുന്ന അവസ്ഥ നമുക്ക് നമ്മുടെ ചുറ്റും അത് തന്നെയാണോ കാണുന്നേ. ലോകത്തിൽ വലിയവനാകണം, ലോകത്തിൽ സമ്പന്നനാകണം, ലോകത്തിൻ്റെ പ്രശംസ പിടിച്ചു വരണം, അംഗീകാരം കിട്ടണം. ഇത് തന്നെയാണല്ലോ ആത്മീയ മണ്ഡലത്തിൽ. വളരെ ചുരുക്കം പാവം പിടിച്ചവർ മാത്രം അംഗീകാരമായിട്ട് കാണും. അതൊന്നും വേണ്ടാത്തവർ. മറ്റുള്ളവർക്കെല്ലാം ലോകമാണ്. പണ്ട് പാടിയിരുന്നു, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്ക് എന്തിനായി. ഇന്ന് ലോകത്തിന് പേരെടുക്കാൻ മത്സരിക്കല്ലേ ഇന്നത്തെ പ്രസംഗകർ. ലോകത്തിന് പേരെടുക്കാൻ ഓടി മുന്നിൽ വരികയല്ലേ. മല്ലെന്ന് പറഞ്ഞ എല്ലാം സൗകര്യപൂർവ്വം തിരിച്ചെടുത്തു, അതിൽ രമിക്കുകയാണ്. സ്വന്തം ഛർദിക്ക് തിരിച്ച നായെ പോലെ. അപ്പോൾ നായ്ക്കളെ സൂചിപ്പിന്ന് പറയുമ്പോൾ യഹൂദമതത്തിൻ്റെ ആചാരങ്ങൾ നാമം കൈക്കൊള്ളണം എന്ന് പറയുന്നവർ മാത്രമല്ല, ഇങ്ങനെയും ചെല്ലുണ്ട്. മാത്രമല്ല വേദപുസ്തകത്തിൽ അവിടുത്തെ പുസ്തകം 23-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം, വേശ്യയുടെ കൂലിയും നായുടെ വിലയും ദൈവമായ യഹോവയുടെ ആലയത്തിലേക്ക് യാതൊരു നേർച്ചയായിട്ടും കൊണ്ടുവരരുത്. ഇവ രണ്ടും നിന്റെ ദൈവമായ യഹോവയ്ക്ക് അറപ്പാകുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന നായ ഏതാണ്? വെളിപ്പാട് പുസ്തകത്തിലും അതേ പ്രയോഗം നമുക്ക് അതേ ആളുടെ കാണാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 15-ാം വാക്യം, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും പോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. നായ്ക്കൾ പുറത്തു തന്നെ. പുതിയ യെരൂശലേമിൽ കടക്കരുതാത്ത ഒരു കൂട്ടം നായ്ക്കൾ. ഇതാരാണ്? അവിടുത്തെ പുസ്തകത്തിൽ പറഞ്ഞ നായും ഇവിടെ പറയുന്ന നായും ആരാണ്? ദൈവത്തിന് അർത്ഥത്തോളം ഉറപ്പായ അവരുടെ വില അല്ലെങ്കിൽ ഒരു പ്രതിഫലം ദൈവം അംഗീകരിക്കാത്ത ആരാണ്? വേറെ ആരുമല്ല, സ്വർഗഭോഗികളാണ്. സ്വർഗിക്കാർ ദൈവം വെറുക്കുന്നു. അവരുടെ പ്രതിഫലം, അവരുടെ കൂലി, വില ദൈവസ്ഥലിൽ വരരുത്. അങ്ങനെയുള്ള ആരും അവരെ അക്കൂട്ടത്തിൽ കാണുകയില്ല. ഇന്നത്തെ കാലത്ത് അവർക്ക് വേണ്ടി സഭയുണ്ടാക്കുന്ന, അവർക്ക് വേണ്ടി അവരെ ന്യായീകരിക്കുന്ന, ആ പാപത്തിന് കൂട്ടുനിൽക്കുന്ന പലരുമുണ്ടല്ലോ. എന്നാൽ അവർക്കുള്ള ഒരു പ്രതിഫലവും യഹോവയുടെ ആലയത്തിൽ വരരുത്. അത് ദൈവത്തിന് അറപ്പാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ചതി തിരിച്ചെടുത്ത ആകാത്ത ജീവൻ നയിക്കുന്ന, പ്രകൃതി വിരുദ്ധമായി ജീവിക്കുന്ന ഇവരാരും ഇവരെയൊക്കെ സൂക്ഷിച്ചോണം. ഇന്ന് പലരെക്കുറിച്ചും നല്ല സാക്ഷ്യം കേൾക്കാറുണ്ടല്ലോ. അവലക്ഷണമായത് പ്രവർത്തിക്കുന്ന ആത്മീയ മണ്ഡലത്തിൽ കരുത്തന്മാരെന്ന് പറഞ്ഞ പലരെക്കുറിച്ചും ഇങ്ങനെയുള്ള കിംവദന്തികൾ കേൾക്കാറുണ്ടല്ലോ. ദൈവസ്ഥലം അവർ പാടില്ല. നായ്ക്കളെ സൂക്ഷിപ്പീൻ.
കടിച്ചു കീറുന്ന, സ്വാർത്ഥ താല്പര്യം മാത്രം നോക്കുന്ന, മാത്രമല്ല 56-ാം അധ്യായത്തിൽ കുഴപ്പാൻ കഴിയാത്ത ഊമ നായ്ക്കൾ തന്നെ ഇന്ന് കാണാം. കുഴയ്ക്കേണ്ട സമയത്ത് കുഴയ്ക്കാതെ തങ്ങൾക്ക് വല്ലതും കിട്ടിയാൽ അവരുടെ മുമ്പിൽ വാലാട്ടുന്ന സ്വഭാവമുള്ള നായ്ക്ക്. ഇന്നും അത് തന്നെയല്ലേ. മോഡേൺ വിശുദ്ധാഭിഷത്തോട് കിടക്കുന്നില്ല. അപ്പോൾ സ്വന്തം ശ്രദ്ധയ്ക്ക് തിരിഞ്ഞ, അല്ലെങ്കിൽ ഉപേക്ഷിച്ചതിനെ തിരിച്ചെടുത്ത, കളഞ്ഞതിനെ എല്ലാം കൈക്കൊണ്ട് തിരിച്ചെടുത്തിട്ട് ഞാനും വിശുദ്ധനാ, ഞാനും ദൈവജനാ എന്ന് അവകാശപ്പെടുന്ന, മാത്രമല്ല ദൈവത്തിന് ഏറ്റവും ഉറപ്പായ അസാന്മാർക്ക് ജീവൻ നയിക്കുന്ന, കുഴയ്ക്കേണ്ട സമയത്ത് കുഴയ്ക്കാത്ത ഓവനായ്ക്കളായി മറ്റനേക കാര്യങ്ങളുണ്ട്. അത് ഞാൻ വിടുകയാണ്. അപ്പം അനേകർ മാറിയിരിക്കുന്നു. അങ്ങനെ ഉള്ളവരെ സൂക്ഷിച്ചോളണം, അവരെക്കുറിച്ച് ജാഗ്രതയായിരിക്കണം. മാത്രമല്ല അടുത്ത് ആകാത്ത വിലക്കാരെ സൂക്ഷിപ്പിക്കും. എന്താണ് ആകാത്ത വിലക്കാർ? ആരാണ്? ആ ഫിലിപ്പിയിൽ തന്നെ 2 പ്രാവശ്യം പൗലോസിനെ കുറിച്ച് പറഞ്ഞു. അതിനു മുൻപ് കർത്താവ് ഒരു മുന്നറിയിപ്പ് തന്നായിരുന്നു. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, മത്തായി 7:15, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ച് കൊള്ളുവിൻ, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമയോ കഴിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു. നല്ല പോളിഷ് ഡ്രസ്, മാന്യമായ വശ്യമായ സംസാരം, ആരെയും വീഴ്ത്തുന്ന പ്രകൃതം കണ്ട ദൈവദൂതൻ ആ വശ്യമായ പ്രാർത്ഥന, അന്യഭാഷയോ ധാരാളം, അവരിൽ നിന്ന് സ്തോത്രം മാറുന്നില്ല. പക്ഷേ അകമയോ പുറമേക്ക് ഇതെല്ലാം ഉണ്ട്. ആര് കണ്ടാലും സംശയിക്കുകയില്ല. അകമേ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു. യേശു തന്നെ മുൻകൂർ പറഞ്ഞതാണ്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. എന്നിട്ട് 21-ാം വാക്യം വരെ, അല്ലെങ്കിൽ 23-ാം വാക്യം വരെ അവരുടെ ലക്ഷണമാണ് കർത്താവ് പറഞ്ഞത്. മത്തായി 7-ാം അധ്യായം 15-ാം വാക്യം മുതൽ 23-ാം വാക്യം വരെ കർത്താവ് വ്യക്തമായി പറഞ്ഞായിരുന്നു. ആകാത്ത വൃക്ഷവും നല്ല വൃക്ഷവും. ഇവിടെ പൗലോസ് പറഞ്ഞ ആകാത്ത വിലക്കാരെ സൂക്ഷിപ്പിക്കും. ഇന്നൊരു ക്ഷാമവും ഇല്ലല്ലോ അതിന്. കർത്താവ് കഴിഞ്ഞ 2-3 ആഴ്ച മുൻപ് ദൈവാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കുമെന്നുള്ള ആ വിഷയമൊക്കെ ഞാൻ സംസാരിച്ചായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴങ്ങോട്ട് പോകുന്നില്ല. പുറത്തൊന്ന് അകത്തൊന്ന്. പുറമെ ആട്ടിൻതോളിട്ട് ചെന്നായി, നല്ല ആട്ടിൻതോളിട്ടിരിക്കുക കുഞ്ഞാട്, എന്നാൽ അകമയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കും. സ്വാർത്ഥ താല്പര്യമല്ലാതെ അവർക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ അവരെ സൂക്ഷിച്ചോണം. അവർ കള്ളന്മാരാണ്, അല്ലെങ്കിൽ ആകാത്തവരാണ്. കർത്താവ് പറഞ്ഞായിരുന്നല്ലോ 12-ാം വാക്യത്തിൽ, നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കഴിപ്പാൻ കഴിയുകയില്ല. ആകാത്ത വിലക്കാർ തൽക്കാലം ജയിച്ചു എന്ന് തോന്നാം, അവരെല്ലാ നേട്ടവും ഉണ്ടാക്കാം, പക്ഷേ അവസാനം തീയാണെന്ന് അവിടെ കർത്താവ് പറയുന്നുണ്ട്. ആകാത്ത വിലക്കാർ മാത്രമല്ല, അവരെക്കുറിച്ച് കുറച്ച് അല്പം കൂടെ വിശദമായിട്ട് 2 കൊരിന്ത്യർ 11-ാം അധ്യായം 13, 14, 15 ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവർ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. കള്ളപ്രവാചകന്മാർ, കള്ള അപ്പോസ്തലന്മാർ, കപട വേലക്കാർ. ഇന്ന് ഒരു ക്ഷാമവും ഇതിനില്ലല്ലോ. ചില പറയും, യോ നമ്മൾ വിധിക്കാനാരാ, കൊയ്ത്തോളം വളർന്ന് ഞാൻ ആരെയും വിധിക്കുന്നില്ല. പക്ഷേ ലക്ഷണം കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാവുന്ന കർത്താവ് പറഞ്ഞല്ലോ.
അപ്പോൾ ലക്ഷണം കാണുമ്പോൾ ഇന്നേരാണെന്ന് അറിയുമല്ലോ, അങ്ങനെ പറയാമല്ലോ. ഏത് മരവും ഫലങ്ങളാലാണല്ലോ തിരിച്ചറിയപ്പെടുന്നത്. അപ്പോൾ അത് ഇത് ഇന്നതാണെന്ന് കാണുമ്പോൾ ഫലം കൊണ്ട് പറഞ്ഞുകൂടെ. സാത്താൻ താനും കർത്താവിൻ്റെ ചെല്ല് പറയും വെളിച്ചതൂവൻ പിയായാണ്, അല്ല, വെളിച്ചതൂവൻ കർത്താവാണ്. POCയിൽ നന്നായിട്ട് എഴുതിയിരിക്കുന്നേ. അവൻ്റെ വേഷം ധരിക്കുക. അവനെ പോലെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ആരാത്ത വിലക്കാരെല്ലാം മാത്രമല്ല, അതിൻ്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞത് അവൻ്റെ ശുശ്രൂഷക്കാർ, നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നത് ആശ്ചര്യമല്ല, അത് അതിശയമല്ല. അവൻ്റെ ശുശ്രൂഷ. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരുമുണ്ട്, സാത്താൻ്റെ ശുശ്രൂഷക്കാരുമുണ്ട്. ദൈവത്തിൻ്റെ അപ്പോസ്തലൻ അല്ലെങ്കിൽ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരുണ്ട്, പിശാചിൻ്റെ ഉണ്ട്. ദൈവത്തിൻ്റെ വേലക്കാരുണ്ട്, കപട വേലക്കാരുമുണ്ട്. അപ്പോ അവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞാൽ അവരെ സൂക്ഷിക്കണം. ഈ ആകാത്ത വേലക്കാരെ നാം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടം. നമുക്കുള്ള വിലപ്പെട്ടതെല്ലാം കൈവശം വരും. എൻ്റെ തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞായിരുന്നല്ലോ, ചിലരെ വിശ്വാസം മറിച്ച് കളയുന്നവർ. നമ്മുടെ ആത്മീയ സ്ഥിരത പൗലോസ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണുപോകാൻ സൂക്ഷിച്ചോളി. അപ്പോൾ നിയമം ലംഘിക്കുന്നവർ കള്ളയപ്പോസ്തലന്മാരെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞതാ, ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നാമത്തെ പ്രവർത്തിച്ചു, വളരെ വീര്യ പ്രവൃത്തികൾ ചെയ്തു. പക്ഷേ അവരെ കുറിച്ച് അധർമ്മം പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അധർമ്മം പ്രവർത്തി അല്ലെങ്കിൽ ലോലെസ്നെസ്, നിയമരാഹിത്യം, പ്രമാണത്തെ അനുസരിക്കാത്തവർ. ഇന്ന് പലർക്കും ഇങ്ങനെയാണല്ലോ, കൃപയിൽ പ്രമാണമില്ല, കൃപ ഫ്രീ ഗ്രേസ്, എല്ലാം കഴിഞ്ഞാട്ടോ. ഈ കഴിഞ്ഞ എനിക്ക് ഒരു വീഡിയോ കാണുവാൻ്റെ പോക്സോ കേസിൽ പ്രതിയായി ഒളിച്ചു നടന്ന അറസ്റ്റിനായ ഒരുത്തന് അവനെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഡാൻസ് കളിച്ച് അവനെ സ്വീകരിക്കുന്നു. അതിന് ന്യായീകരണമുണ്ട്. ഞാനിങ്ങനെ നോക്കിയിരുന്നു പോയി. ദൈവമേ, കാലം പോയ പോക്ക്. കോവിഡ് കാലത്ത് ഒരു പ്രസിദ്ധൻ നായയെ എടുത്ത് മടി വെച്ചുകൊണ്ട് കറുത്ത് അപ്പം നോക്കുന്നത് കണ്ടു. എല്ലാം സൗജന്യമായി കൃപയില്ലയോ, അതിൽ ഒരു നിയന്ത്രണവുമില്ല. സാത്താന്റെ വിലക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരെ വേഷം ധരിച്ചാൽ അതിശയമല്ല. ഇന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കപട വേലക്കാരെ കൊണ്ട് ആത്മീയ മണ്ഡലം നിറഞ്ഞു. മാത്രമല്ല ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞുകൂടെ ഞാൻ സൂചിപ്പിക്കാം. 1-ാം അധ്യായത്തിൽ താൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ചിലർ 1-ാം അധ്യായം 15-ാം വാക്യം, ചിലർ ക്രിസ്തുവിനെ അസൂയയും പിണക്കവും നിമിത്തം പ്രസംഗിക്കുന്നു. അസൂയയും പിണക്കവും നിമിത്തം അത് മുഖാന്തരം ക്രിസ്തുവിനെ പ്രസംഗിക്കുക. അതുമല്ല, അതിൻ്റെ 3-ാം അധ്യായത്തിൽ തന്നെ 3:18 എന്നിട്ട് അതിന് മുൻപൊരു കാര്യം പോലെ പറയുന്നത് 17-ാം വാക്യം, സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. എന്നിട്ടാണ് പറഞ്ഞത് ആരെ അനുകരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി, അവർക്ക് ക്രൂശ് വേണ്ട. എന്നിട്ട് പറഞ്ഞു, അവരുടെ അവസാനം നാശം. 19-ാം വാക്യം,
അവരുടെ ദൈവം വയറ്. ഇന്ന് കാണുന്നതല്ലേ, വയറിന് വേണ്ടി, വയറ്റിപ്പഴപ്പിന് വേണ്ടി, ഇവിടെ പേരുണ്ടാക്കുന്നതിന് വേണ്ടി ആരൊക്കെ നടക്കുന്നോ അവനെല്ലാം ആകാത്ത വിലക്കാരൻ. ഞാൻ നടന്നാൽ ഞാനും അത് തന്നെ. സ്വന്തം പേരുണ്ടാക്കാൻ, സ്വന്തം മേൽവാസം ഉണ്ടാക്കാൻ, സ്വന്തം അഡ്രസ് ഉണ്ടാക്കാൻ, സ്വയം വെളിപ്പെടുത്താൻ, ക്രിസ്തുവിന്റെ ക്രൂശിന് വിരുദ്ധമായ സകലവും വയറിന് വേണ്ടിയാ. ദൈവം അങ്ങനെ നടന്നാൽ അവൻ ആകാത്ത വിലക്കാരൻ. മാത്രമല്ല, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അടുത്ത, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ക്രിസ്തുവിന്റെ ക്രൂശിന് ആകാത്ത വിലക്കാർ. ക്രിസ്തുവിന്റെ ക്രൂശിന് അന്ത്യവുമായി പ്രസംഗിക്കുന്ന, അപ്പോസ്തലിക മാതൃക പിന്തുടരുന്ന വ്യക്തിക്ക് ഒരിക്കലും ക്രൂശിന് ശത്രുക്കളായി പ്രസംഗിക്കാനൊക്കില്ലല്ലോ, ജീവിക്കാനൊക്കില്ലല്ലോ. വയറല്ലല്ലോ പ്രധാനം. വയറിനെ യാഗപീഠത്തിൽ വെച്ചതാണല്ലോ, സ്വയത്തെ യാഗപീഠത്തിൽ വെച്ചതാണല്ലോ. പലപ്പോഴും ഞാൻ പറയാറുള്ള പോലെ ഗലാത്യലേഖനത്തിൽ 3 പ്രാവശ്യം ക്രൂശീകരണത്തെ കുറിച്ച് പറയുന്നത്. ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്ന ഞാനല്ല. 2-ാം അധ്യായത്തിൽ പിന്നെ അവൻ പറഞ്ഞു, 5-ാം അധ്യായത്തിൽ ക്രിസ്തുവേശുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. ഇല്ലാത്തവനാകാത്ത വിലക്കാരനാ. ജഡത്തിന്റെ ക്രൂശീകരണം, സ്വയം ജഡം. 6-ാം അധ്യായത്തിൽ എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്, അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഇതുവല്ലോ ഉണ്ടോ? ക്രൂശീകരണം വിഷയമേ അല്ലല്ലോ. അത് പണ്ട് നടന്ന കാര്യമാണ്. അക്ഷീയമായല്ലോ ഞാൻ പറയുന്നേ, ആത്മീയമായി ഇത് 3 നടക്കണമല്ലോ. സ്വയത്തിനും ജഡത്തിനും ലോകത്തിനും. അവരല്ലേ ദൈവത്തിനാസന്മാർ. ശരിക്കും പറഞ്ഞാൽ ഫിലിപ്പിയർ 3:17 ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃകപ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ, അവരെ ശ്രദ്ധിപ്പിൻ എന്ന് പറയുമ്പോൾ, പൗലോസ് എന്നെ അനുകരിപ്പിൻ എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ടവനെ ക്രൂശിന്റെ ശത്രുവായിട്ടല്ല. അപ്പോ ആകാത്ത വിലക്കാർ അവരെ സൂക്ഷിച്ചോണം. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ അറിയാം. അവരുടെ പ്രവൃത്തികളാൽ, അവരുടെ ജീവിത ശൈലികളാൽ, അവരുടെ പെരുമാറ്റങ്ങളാൽ നിങ്ങൾക്ക് അവരെ അറിയാം. എത്ര അഭിനയിച്ചാലും സത്യം ശരിയായത് പുറത്തു വരുമല്ലോ, ഏതെങ്കിലും വിധത്തിൽ പുറത്തു വരും. അപ്പോൾ ആകാത്ത വിലക്കാരെ സൂക്ഷിപ്പേ. ദൈവമേ, ഇന്നത്തെ കാലത്ത് വളരെ ശ്രദ്ധിക്കണമേ. ക്രൂശിന്റെ ശത്രുക്കളായി വയറിന് വേണ്ടി, പേരിന് വേണ്ടി, എങ്ങനെയെങ്കിലും ധനം സമ്പാദിക്കാൻ ദിവ്യാഗ്രഹത്തിന്റെ കൗശലവാക്ക് ഉപയോഗിച്ച് ജനത്തെ വാണിഭമാക്കുന്ന, ജനത്തിന് വേണ്ടി ജീവിക്കുന്ന, വശീകരണ ശക്തിയോടെ ജനത്തെ കുഴപ്പത്തിലാക്കുന്ന കള്ളയപ്പോസ്തലന്മാരെ കൊണ്ട് ആത്മീയ മണ്ഡലം തടഞ്ഞല്ലോ. അവരെ സൂക്ഷിക്കണമെന്ന് പറയുന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് നഷ്ടം. അടുത്ത നാം കാണുന്നത് വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ. അതിൻ്റെ ആശയവും താഴ്പൻ അല്ലെങ്കിൽ ജഡത്തിൽ പരിച്ഛേദന ഏൽക്കണം, ശരീരത്തിൽ അക്ഷരീയമായി മുറിവുണ്ടാക്കണം, അംഗഭംഗം വരാൻ പരിച്ഛേദന ഏൽക്കണം എന്ന് പഠിപ്പിക്കുന്നവരെ സൂക്ഷിച്ചോളുവേൻ. പൗലോസ് താഴെ പറഞ്ഞായിരുന്നു. അടുത്ത വാക്യം, നാമലോപരിശേനക്കാർ. 3-ാം വാക്യം, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന, ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുന്ന, ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുന്നവർ, അവരാണ് ശരിയായ പരിച്ഛേദനക്കാർ. അല്ലാതെ ശരീരത്തിൽ മുറിവ് വരുത്തിയോ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല. മറ്റു വാക്കിൽ പറഞ്ഞാൽ, യഥാർത്ഥമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന, ഹൃദയംഗമായി കർത്താവിന് സമർപ്പിച്ച ജീവിതമായിരിക്കണം നമ്മുടേത്. നബുസ്വലം പറയുന്നു. അവരെ അതിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നവരെ സൂക്ഷിച്ചോണം. ഇപ്പോൾ നായ്ക്കളെ, ആകാത്ത വിലക്കാരെ, വിച്ഛേദനക്കാരെ സൂക്ഷിച്ചോണം. സൂക്ഷിച്ചില്ല എങ്കിൽ നമുക്ക് നഷ്ടം വരും. ദൈവജനമേ,
നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ നാം എന്താ കാണുന്നു? യേശുവിൽ പ്രശംസിക്കാലല്ലോ, ജഡത്തിൽ പ്രശംസിക്കുന്ന, ജഡത്തിന് വേണ്ടി ജീവിക്കുന്ന, ജഡത്തെ വെളിപ്പെടുത്തുന്ന, ജഡത്തിൽ പ്രവർത്തിക്കുന്ന, ജഡത്തിന് വേണ്ടി മാത്രം എല്ലാ രീതിയിലും വ്യാപരിക്കുന്ന അനുഭവമല്ലേ ഇന്ന് കാണുന്നത്. എന്നിട്ട് കർത്താവ് നിങ്ങളുടേതാന്ന് പറയുകയും ഒരു കാര്യമില്ല. ചാകാത്ത അല്ലെങ്കിൽ യാഗപെടുത്തൽ വയ്ക്കാത്ത റോമാനത്തിൽ പറഞ്ഞ എന്താ? സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന എന്താണ്? നിങ്ങൾ ബുദ്ധികളുടെ ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പേൻ. ഈ വിധത്തിൽ ദൈവത്തിന് സമർപ്പിക്കാത്ത ഏതൊരു വ്യക്തിയും ആകാത്ത വേലക്കാരുടെ കൂട്ടത്തിലേ ഉൾപ്പെടുത്തുള്ളൂ. നമുക്ക് നമ്മൾ തന്നെ ശോധന ചെയ്യാം. നായ്ക്കളുടെ സ്വഭാവം നമുക്കുണ്ടോ? കടിച്ചു കീറുന്ന, ആകാത്തത് ഭക്ഷിക്കുന്ന, മലിനമായത് ഭക്ഷിക്കുന്ന, നാം വേണ്ടാന്ന് ഛർദ്ദിച്ച് കളഞ്ഞത്, ഒരിക്കലും എനിക്ക് വേണ്ടാന്ന് കളഞ്ഞത് തിരിച്ചെടുക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? വളരെ സൂക്ഷിക്കാം, വളരെ സൂക്ഷിക്കാം. നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. മാത്രമല്ല, ദൈവത്തിന് എന്നെന്നും ഉറപ്പായ ചില സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അത് സൂക്ഷിച്ചുകൊള്ളണം. അവർ ദൈവത്തിനെ കാണത്തില്ല, ദൈവത്തിന് അവർക്ക് പ്രവേശനമില്ല. നാം ആകാത്ത വിലക്കാരോ, കാപട്യം കാണിക്കുന്ന അശുദ്ധിയിൽ നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റെ വിലക്കാരുടെ വേഷം ധരിച്ച് ലജ്ജായതിൽ മാനം തോന്നുന്ന, വയറിനെ ദൈവമാക്കിയ, ഭൂമിയിലോ ചിന്തിക്കുന്ന സ്വഭാവക്കാരൊന്ന എങ്കിൽ നാം അപകടത്തിലാണ്. കർത്താവ് പറഞ്ഞ നാം ചിന്തിച്ചല്ലോ, 7-ാമത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുള്ളൂ. അല്ലെങ്കിൽ ആകാത്ത വിലക്കാരെ ആരായാലും അവരെ സൂക്ഷിച്ചൊഴിയുക. ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവരെ സൂക്ഷിച്ചൊഴിയുക. ഇല്ല എങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം. ഇന്ന് പലക്കാലം ചിന്തിക്കാം. നമുക്ക് ഇതൊന്ന് വിലയിരുത്താം. നായയുടെ സ്വഭാവമുള്ള, നായെപ്പോലെ കുറിക്കുന്ന, നായ്ക്കളുടെ കൂട്ടവനെ വളഞ്ഞു എന്ന് ദാവീദ് പറയുന്നുണ്ട്. ആ നായെക്കുറിച്ച് ഒത്തിരി പറയേണ്ട ഞങ്ങളോട് പോകുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചൊന്ന് മാത്രം. നായയുടെ സ്വഭാവമുള്ള, സ്വന്തം ഛർദ്ദിക്കുന്നത് ചെയ്യും. നമുക്കെല്ലാം കാണാവൂ. നാം എല്ലാം ന്യായീകരണം പറയാറുണ്ട്. വേണ്ടാന്ന് വെച്ചാൽ പലതും തിരിച്ചെടുത്ത് അതിൽ പ്രശംസിച്ച് കാലത്തിനനുസരിച്ച് കോലം കെട്ടി ജീവിക്കുന്ന അനേകർ ആകാത്ത വിലക്കാരെ, അവർക്ക് കൈയെടുക്കാതെ, അവരെ അംഗീകരിക്കാതെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയുമോ? എഫെസോസിലെ സഭയെക്കുറിച്ച് പറയുന്നല്ലോ, അപ്പോസ്തലന്മാർ എന്ന് വന്ന കള്ള അപ്പോസ്തലന്മാരെ അവർ തിരിച്ചറിഞ്ഞല്ലോ, അവരെ അകറ്റി നിർത്തിയല്ലോ, ആകാത്തൊന്നും സഹിച്ചുകൂടാത്തവരായ മാറിയല്ലോ. നാം കൂടുതലാകുമോ? നമ്മെ തന്നെ പരിശോധിക്കാം. അപ്പോൾ ആകാത്ത വേലക്കാരെ, നായ്ക്കളെ സൂക്ഷിപ്പീൻ. യഹൂദന്മാരുടെ മാത്രമല്ല, നായെപ്പോലെ ആകുന്ന അനവധി ആളുകൾ ആത്മീയ മണ്ഡലത്തിലുണ്ട്. ആകാത്ത വേലക്കാരുടെ പ്രളയം കൊണ്ട് ആത്മീയ മണ്ഡലം നിറഞ്ഞിരിക്കുന്നു. നമുക്ക് സൂക്ഷിക്കാം, അതിനെ ഒഴിയാം. ഇതിനെ സൂക്ഷിപ്പീൻ എന്ന് പറയുന്നത് അവർക്ക് വശപ്പെട്ടു പോകരുതെന്ന്. അതുകൊണ്ടാണല്ലോ അതിനെ സൂക്ഷിപ്പീൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ beware of dogs, beware of evil workers. ഈവിൾ എന്ന ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ ചിന്തിക്കുന്നതും ദോഷം, പ്രവർത്തിക്കുന്നതും ദോഷം, അതിൻ്റെ അന്നത്തിൻ്റെ ഫലം അവർക്ക് ദോഷം. ഇന്ന് പലതും സുഗമമായി പോകുന്നു വിചാരിക്കാം, നേട്ടമെന്ന് തോന്നും. എന്നാൽ വേദപുസ്തകം വ്യക്തമായി പറയുന്നു, അവരെ അന്തം നാശം. നമുക്ക് ആർക്കും അത് വരാതിരിപ്പാൻ നമ്മെ തന്നെ ശ്രദ്ധിക്കാം. വിനയത്തോടെ, ദൈവഭക്തിയോടെ, ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ യാഗവസ്തുവായി സമർപ്പിച്ചവരായി കർത്താവിനെ സേവിക്കാം. ദൈവമായി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ എന്നുള്ള വാക്യത്തെ അടിസ്ഥാനമാക്കി അല്പം ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. നാഥാ, നായ്ക്കളുടെ സ്വഭാവം ഞങ്ങൾക്കുണ്ടാകരുതേ. നിങ്ങളുടെ സ്ഥലിൽ കപട വേലക്കാരായി, ആകാത്ത വേലക്കാരായി, മോശം ഫലം കായ്ക്കുന്നവരായി ഞങ്ങൾ തീരുവാൻ അനുവദിക്കരുത്. ലോകത്തിലോ ചിന്തിച്ച്
വയറിനെ ദൈവമാക്കി ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നീതിത ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ച് ഞങ്ങൾ അകപ്പെട്ടു പോകാൻ അനുവദിക്കരുത്. അതിൻ്റെ അന്തനാശമാണല്ലോ. അവരെ സൂക്ഷിച്ചൊഴിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യഹൂദ പാരമ്പര്യങ്ങളിൽ ആശ്രയിച്ച് വിച്ഛേദന ചെയ്തെങ്കിൽ മാത്രമേ ആത്മീയമായ പ്രയോജനമുള്ളെന്ന് പഠിപ്പിക്കുന്ന അതിൽ ഞങ്ങൾ ബാഹ്യമായ അനുഷ്ഠാനങ്ങളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകാതെ കർത്താവിനോട് വിശ്വസ്ത പുലർത്തി അതാ ക്രിസ്തു യേശുവിൽ പ്രശംസിച്ച് ജലത്തിൽ ആശ്രയിക്കാതെ ആത്മാവ് കൊണ്ട് അങ്ങേ ആരാധിച്ച് തന്നെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുവാനാകട്ടെ.